കെപിസിസി സമരാഗ്നിയുടെ സമാപന സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് അതിൽ അമർഷം പ്രകടമാക്കിയ കെ സുധാകരൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് പൊതുയോഗം നടത്തിയിട്ടും കേൾക്കാൻ മനസ്സില്ലെങ്കിൽ എന്തിനു വരുന്നുവെന്നും സമരാഗ്നിയുടെ രാഷ്ട്രീയ പ്രാധാന്യം പ്രവർത്തകർ മനസ്സിലാക്കുന്നില്ലെന്നും സുധാകരൻ വേദിയിൽ പറഞ്ഞു. അതേസമയം സുധാകരനെ വേദിയിൽ തിരുത്തി വി ഡി സതീശൻ രംഗത്തെത്തി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാണ്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ? ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാണ്. അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനകത്തൊരു വിഷമം വേണ്ട, നമ്മുടെ പ്രവർത്തകരല്ലേ. നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നൃപൻ, ഈ സമരാഗ്നി തുടങ്ങിയപ്പോൾ മുതൽ ഒഴിഞ്ഞ കസേരകൾ സ്ഥിരം കാഴ്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ സമാപന സമ്മേളനത്തിൽ കെപിസിസി പ്രസിഡന്റ് അത് പ്രകടമായി പ്രകടിപ്പിക്കുന്നു. ഇതിനു മുൻപും സമാനമായ സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് കോൺഗ്രസിൽ. അസിത, ഈ സമരാഗ്നി ആരംഭിച്ച മുതൽ തന്നെ 2 നേതാക്കൾ ഒന്നിച്ച് ജാഥ നടത്താൻ തീരുമാനിച്ചത് തന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണ കെപിസിസി അധ്യക്ഷനാണ് കോൺഗ്രസിൻ്റെ ജാഥ നയിക്കുക. ഇത്തവണ വി ഡി സതീശന് ഒരുമിച്ച് ചേർന്ന് നയിക്കാൻ തീരുമാനിച്ചത് തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അതിനുശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള തർക്കം ഈ ജാഥയിൽ ഉടനീളമുണ്ടായി. ഈ ജാഥയ്ക്കിടയിലുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ മോശം പദം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ വി ഡി സതീശനെ അധിക്ഷേപിച്ച സംഭവം കെപിസിസി പ്രസിഡന്റിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായി വലിയ വിമർശനമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് ട്രോൾ മഴയിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ സമരാഗ്നിയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത്. ഈ സമാപന സമ്മേളനം അസിത സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് വെച്ച് നടക്കുന്ന സമാപന സമ്മേളനം എല്ലാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഈ വി ഡി സതീശൻ പ്രസംഗിച്ചത് പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ അധിക്ഷേപം തോന്നി. അദ്ദേഹം പറഞ്ഞത് ഈ പ്രസംഗിച്ച് ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രി വരുന്ന ഘട്ടത്തിൽ കുറച്ചാൾക്കാർ ആ പുത്തരിക്കണ്ട മൈതാനിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ യോഗ സ്ഥലത്ത് ആൾക്കാർ പിരിഞ്ഞു തുടങ്ങിയിരുന്നു. കസേര പൂർണ്ണമായി കെപിസിസി അധ്യക്ഷൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും മുന്നിലായിട്ടുള്ള കുറച്ച് പ്രവർത്തകർ, അടുത്തറിയാവുന്ന പ്രവർത്തകർ ഒഴിച്ച് ബാക്കി മുഴുവൻ പുത്തരിക്കണ്ട മൈതാനത്തിലെ ഈ പകുതി വരുന്ന പ്രദേശം മുഴുവൻ ഒഴിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈകാരികമായാണ് ചോദിക്കുന്നത് പ്രവർത്തകരോട്, എന്തിനാണ് ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ഈ വേദിയിൽ വരണം എന്നാണ് കെപിസിസി അധ്യക്ഷൻ ചോദിക്കുന്നത്. പ്രവർത്തകരോട്, അവിടെ അവശേഷിക്കുന്ന പ്രവർത്തകരോട് അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഇനി ഞാനിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നവരെങ്കിലും കേൾക്കണം. ഇനി ഉള്ള പൊതുയോഗങ്ങളിലും പരിപാടികളിലൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ് കെപിസിസി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അവിടെ വന്നവർ ദയവ് ചെയ്ത് പ്രസംഗം അവസാനിക്കുന്നതുവരെ പിരിഞ്ഞു പോകരുത് എന്ന് പറയുന്നു. പക്ഷേ അതിന് മറുപടിയായിട്ടാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. വി ഡി സതീശൻ പറഞ്ഞത് 5 മണിക്കൂർ നീണ്ട് പൊരിവെയിലത്ത് നിന്ന് ജനങ്ങളാണ് 3 മണിക്ക് തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ അതല്ല വസ്തുത. 6 മണിക്കാണ് പൊതുയോഗം ആരംഭിച്ചത്. 8:15 പൊതുയോഗം അവസാനിക്കുകയും ചെയ്തു. ഈ പുത്തരിക്കണ്ട മൈതാനിയെ സംബന്ധിച്ചിടത്തോളം പുത്തരിക്കണ്ട മൈതാനത്തിൽ
വേദി കെട്ടുന്ന ഏറ്റവും അവസാനത്തെ ഭാഗമുണ്ട്. അവിടെയല്ല, പുത്തരിക്കണ്ടം മൈതാനത്തിൽ രണ്ടായി തിരിച്ചു. പകുതി ഭാഗത്ത് മാത്രമാണ് ഇവർ വേദി കെട്ടി തിരിച്ചത്. അവിടെ ആ പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു 30% വരുന്ന പ്രദേശത്ത് മാത്രം ഒരു 2000-2500 കസേര ഇട്ടിരുന്നു. ആ കസേര പോലും തികഞ്ഞ് ആളിരിക്കാനുള്ള പ്രവർത്തകർ വന്നില്ല. സമരാഗ്നി പോലെയുള്ള സർക്കാരിനെതിരെ വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു സമരമായിരുന്നു. ആ സമരാഗ്നിയുടെ ഈ പദയാത്രയുടെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പോലും എത്താത്തതിൻ്റെ ഒരു വല്ലാത്തൊരു വൈഷമ്യവും അസ്വസ്ഥയും കെ സുധാകരൻ്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം വേദിയിൽ വെച്ച് നേരെ തന്നെ അത് പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ചുള്ളത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു, ഇത് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഇത് വിവാദങ്ങളിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും വി ഡി സതീശൻ അത് തിരുത്തി കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കായ വിഷയത്തെ വിശദീകരിച്ച്, അതായത് 5 മണിക്കൂർ തുടങ്ങിയ ഈ പറഞ്ഞ സമാപന സമ്മേളനത്തിൽ 5 മണിക്കൂർ ഈ നേരം 3 മണിക്ക് തുടങ്ങി 5 മണിക്കൂർ നേരം പ്രവർത്തകർ പുരിവയിലെത്തിയിരുന്നു. അതിനുശേഷം 12 പേരുടെ പ്രസംഗം കേട്ടു. അതിനുശേഷമൊക്കെ ആണ് പ്രസിഡന്റ് അവർ ഇവിടെ വിട്ടു പോയത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരല്ലേ, അങ്ങ് സഹിച്ചേക്കണം എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഇത് വിശദീകരിച്ചത്. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാണ് അസിത. ഈ പറഞ്ഞ ഒഴിഞ്ഞ കസേരകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സമരാഗ്നി ആരംഭിച്ച അവസാനം വരെ വിവാദങ്ങളിലാണ്. നേതാക്കൾ തമ്മിലുള്ള പരസ്പരം ചേരിപ്പോര് പരസ്യമായി തന്നെ KPCC അധ്യക്ഷൻ വി ഡി സതീശനെ മോശം പദം ഉപയോഗിച്ചുകൊണ്ട് അവഹേളിക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുടുങ്ങി കോൺഗ്രസിൻ്റെ ഈ സമരാഗ്നി എന്ന സമരപരിപാടി അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇന്ന് ജനങ്ങൾ അത് കണ്ടതുമാണ്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ തന്നെ കൈരളി ന്യൂസ് ആ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മുടെ ക്യാമറാമാൻ ആ സമയത്ത് കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ട് ഇത് പറയുന്ന ഘട്ടത്തിൽ തന്നെ ക്യാമറ പാൻ ചെയ്ത് പിന്നിലേക്ക് കാണിക്കുന്നത്. അപ്പോഴെല്ലാം പൂർണ്ണമായി ആളൊഴിഞ്ഞ അവസ്ഥ തന്നെയാണ് സമരാഗ്നിയിൽ സംഭവിച്ചത്. നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരി അപ്പോഴും തുടരുന്നുവെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. അസിത.